ഒരു യുഗം അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. എഴുത്തിന്റെ പെരുന്തച്ഛൻ വിട പറയുമ്പോൾ അതിനെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്നത് സ്വാഭാവികമായും ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. ശ്രീനിവാസൻ വിട പറയുമ്പോൾ മാഞ്ഞു പോകുന്നത് മലയാള സിനിമയുടെ ശ്രീനിഹാസം തന്നെയാണ്. സാധാരണ ജീവിതങ്ങളെ അസാധാരണമായി അവതരിപ്പിച്ചാണ് ശ്രീനിവാസൻ മലയാള സിനിമയുടെ പൂമുഖത്ത് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചത്. ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അരനൂറ്റാണ്ട് അരങ്ങുവാണ ബഹുമുഖ പ്രതിഭയ്ക്ക് മലയാളത്തിന്റെ യാത്രാമൊഴി. 69 വർഷം നീണ്ട മനുഷ്യായുസിന് അന്ത്യമാകുമ്പോൾ അനശ്വരമാകുന്നത് അരനൂറ്റാണ്ട് നീളുന്ന സിനിമാ ജീവിതമാണ്. 1977 PA ബക്കറുടെ മണിമുഴക്കത്തിലൂടെ മലയാള സിനിമയിലേക്ക് തന്റെ വരവറിയിച്ച ശ്രീനി ആദ്യം ചെറിയ വേഷങ്ങളിലൂടെ പ്രതിഭയുടെ കാമ്പറിയിച്ചു. 79 സംഘഗാനത്തിന്റെ നായകനായി എത്തിയ ശ്രീനിവാസൻ അഭിനയത്തിന്റെ പഞ്ചവടിപ്പാലം കടന്നെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു പട്ടണപ്രവേശനമായിരുന്നു. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒരുക്കി സിനിമയുടെ സർവ്വമേഖലയിലും സർവാധിപത്യം പുലർത്തിയ ശ്രീനിവാസൻ വരച്ചിട്ടതൊക്കെയും സാധാരണ ജീവിതങ്ങളായിരുന്നു. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് അവതരിപ്പിച്ച ശ്രീനിവാസൻ അന്നുവരെ ഉണ്ടായിരുന്ന സിനിമാ മാമൂലുകൾ തച്ചുടച്ചു. സ്വയം കളിയാക്കലിന് വിധേയനായി ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ശ്രീനിയുടെ ലോകത്തിന്റെ വിശാലതയിലേക്ക് ഒരു തലമുറയെ തന്നെ ആകർഷിക്കുന്നതായിരുന്നു. സെൽഫ് ട്രോൾ എന്നതിന്റെ തലതൊട്ടപ്പനാകാൻ തന്നേക്കാൾ യോഗ്യൻ വേറെ ഇല്ല എന്ന് ഓരോ കഥാപാത്രത്തിലൂടെയും ശ്രീനിവാസൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകൻ വിജയൻ, പൊന്മുട്ടിയിടം താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, പാവം പാവം രാജകുമാരനിലെ പാരൽ കോളേജ് അധ്യാപകൻ, വടക്ക് നോക്കിയ യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, ചിന്താവിഷ്ടയ ശ്യാമളയിലെ വിജയൻ മാഷ്, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ, എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത കഥാപാത്രങ്ങൾ തലയെടുപ്പോടെ നിൽക്കുകയാണ്. ആദ്യമായി തിരക്കഥയൊരുക്കിയ പൂച്ചയ്ക്കൊരു മുക്കുത്തി മലയാള സിനിമയ്ക്കുള്ള മുഖാഭരണമായി. സന്മൻ സുലവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തു മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ തുടരുമ്പോൾ, ഞാൻ പ്രകാശം തുടങ്ങി എണ്ണം പറഞ്ഞ തിരക്കഥകൾ ഓർമ്മകളിൽ കാലാതിവർത്തിയായി തുടരും. ഇടം വലം നോക്കാതെയുള്ള ശ്രീനിവാസന്റെ സാമൂഹ്യ വിമർശനങ്ങളും കാലത്തെ അതിജീവിച്ച സന്ദേശമായിരുന്നു. ശ്രീനി സ്പർശമുള്ള സിനിമകളിലെ സംഭാഷണങ്ങളെ പരാമർശിക്കാതെ മലയാളിയുടെ ഏത് ദിവസമാണ് പൂർണ്ണമാകുന്നത്? ഇന്നും ജീവിത പ്രചോദനമാകാൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ഒറ്റ ഡയലോഗ് മതിയാകും. ജീവിതത്തിലും നിലപാടിലും പോരാളിയായിരുന്ന അത്ഭുതത്തിന് വിട. ന്യൂസ് ഡെസ്ക് NTV.